വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ആദ്യം ഇതിന്റെ തിയറിയാണ് പറഞ്ഞിരുന്നത്. തിയറി മനസ്സിലായി കഴിഞ്ഞാൽ പ്രോബ്ലം വെരി ഈസി ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇതിന്റെ തിയറി എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞിരുന്നത് നേരെ നോക്കിക്കോളൂ. ഇതെപ്പോഴും എന്തായിരിക്കും? ഒറിജിൻ ഓൾവേസ് 0 0. എനി ഡൗട്ട്? ഇനി എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരു 3 തന്നു, ഇവിടെ ഒരു 4 തന്നു എന്ന് വിചാരിക്ക്. 3ഉം 4ഉം തന്നു എന്ന് വിചാരിക്ക്. ഇവിടെ എന്തായിരിക്കും? 3 ആണെങ്കിൽ 3 0. എന്താണ്? 3 ആണെങ്കിൽ ഇവിടെ എന്താ എഴുതണ്ട്? 3 0. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്താ എഴുതുക? 8 ആണെങ്കിൽ എന്താ എഴുതുക? 10 ആണെങ്കിൽ എന്താ എഴുതുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെഴുതും? എന്തെഴുതും മക്കളെ? ഇവിടെ എഴുതാ അല്ലത് ഇങ്ങനെയാണ്. എക്സ് എന്താ നോക്കുക? 3. വൈ എന്താ നോക്കുക? എക്സ് ആദ്യം എഴുതുക. 3 കണ്ടോ? ഈ ഡിസ്റ്റൻസ് ആദ്യം എഴുതുക 3. ഈ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് രണ്ടാമത് എഴുതുക. സോ 3 4. ഹൈപ്പോട്ടനസ് എഴുതേണ്ട ആവശ്യമില്ല. 3 4 ഇവിടെ 5 വരിക. അത് എഴുതൊന്നും വേണ്ട. ഓക്കെ, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. കോർഡിനേറ്റ്സിലെ ഹൈപ്പോട്ടനസ് ആവശ്യമില്ല. യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും നിങ്ങൾ സ്വന്തം ചെയ്ത. ഇത് 6, ഇത് 8. ഈ എയുടെ കോർഡിനേറ്റും ബിയുടെ കോർഡിനേറ്റും ഒന്ന് സ്വന്തം പറഞ്ഞ. എ എത്രയാണ്? ആദ്യം മുതൽ പറയാം. വാട്ട് ഈസ് ഓ? What is O? 0 0. What is A? അതെന്താ 6 0 എന്ന് പറഞ്ഞ്? എക്സ് ആക്സിസിൽ y എന്തായിരിക്കും? 0. ബി ഒന്ന് പറഞ്ഞ 6 8. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. ഇത് ഞാൻ ഇക്വേഷൻ ആക്കി ഉണ്ടാക്കി തരികയാണ്. ഇവിടെ O 0 0. ഇവിടെ എയും ഇവിടെ ബിയും ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എ ബി. എഴുതി വെച്ചോ, ബോക്സിൽ എഴുതി വെച്ചോളൂ. ഒരു സ്ഥലത്ത് എയും മറ്റേ സ്ഥലത്ത് ബിയും ആണെങ്കിൽ, ഒരു സ്ഥലത്ത് എയും മറ്റേ സ്ഥലത്ത് ബിയും ആണെങ്കിൽ മറ്റേ ആ മുകളിലുള്ളത് എന്താ വരിക? എ ബി. സോ ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് ഇനി കാണിച്ചു തരുന്നത്. നേരെ നോക്കിയിരുന്നോളൂ. പറയട്ടെ, റെഡിയാണോ? നേരെ നോക്കിയിരുന്നോളൂ. ട്രിഗ്നോമെട്രി കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓ എത്ര? ഇത് ഏത് കുട്ടിക്കും പറയാൻ പറ്റും. ഓ ഓൾവേസ് 0 0. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 5 0 ആണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ? 5. 10 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ? 8 0 ആണെങ്കിൽ എന്താ? സോ 5 0 ഇതുവരെ ആണെങ്കിൽ ഇവിടെ എന്താണ്? 5. സോ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാല്ലേ? ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ട്രയാങ്കിൾ ആണ്. ഇവിടെ 60 വന്ന ഇവിടെ എന്താണ്? 90. ഇവിടെ എന്താണ്? 30. ഈ നേരെ നോക്കിക്കോളൂ കേട്ടോ. 30ക്ക് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്താ? 5√3. എന്റെ കുട്ടികളൊന്ന് പറഞ്ഞ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 5. ഇവിടെ 5, അതുകൊണ്ട് ഇവിടെ 5 എഴുതുക. 5. ഹൈറ്റ് എന്താ? 5√3. ഇനി ബുദ്ധി ഉണ്ടായി പറഞ്ഞ സി എത്ര? വൈ ആക്സിസിന്റെ സ്പെഷ്യാലിറ്റി എന്താ? എക്സ് 0. ആദ്യം എക്സ് 0. പിന്നെ ഇവിടുത്തെ വൈ എന്താ? 5√3. സോ ആൻസറുകളൊക്കെ ഒന്ന് പറഞ്ഞ. വാട്ട് ഈസ് ഒ എ? What is OA? But OA 5. What is AB? 5√3. What is B? 5√3. പിന്നെന്താ? What is C? 0.5√3. ഇത് പഠിക്കാനുള്ള സമയം തരാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതിന്റെ നേരെ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. ഇതും കൂടി ചെയ്തിട്ട് മറ്റേത് പറഞ്ഞുതരാം. നേരെ നോക്കിയിരുന്നോ കേട്ടോ. നേരെ നോക്കിയിരുന്നത് നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റും. സെയിം ആസ് ട്രിഗ്നോമെട്രി. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താ? 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 4.
ഇവിടെ 60 അല്ലേ വരിക. 60ക്ക് ഓപ്പോസിറ്റ് എന്താ? 4√3. ഇനി കോർഡിനേറ്റ് എഴുതലാണ് ഡ്യൂട്ടി. എങ്ങനെ കോർഡിനേറ്റ് എഴുതുക? ഓ എത്ര? 0 0. What is A? What is A? ഇതുവരെ 4√3 ആണ്. ഇവിടെ എന്താണ്? 4√3 0 അല്ലേ? ഇതെന്തായിരിക്കും? ഇതുവരെ 4√3, ഇതുവരെ 4ഉം. സമരം എന്താ? 4√3 4. 4√3 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? റിപ്പീറ്റ് ചെയ്യണോ? ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യണോ? ഈസി അല്ലേ? ആ ബേസ് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ക്ലിയർ ക്ലിയർ. പഠിക്കാൻ സമയം തരാം. ഇതേപോലത്തെ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. വാട്ട് ഈസ് ഓ? ഇവിടെ ബുക്ക് ക്ലോസ് ചെയ്ത് വെക്ക്. അതിൽ നോക്കിയിട്ട് ആൻസർ പറയുന്നത് വാട്ട് ഈസ് ഓ. ഇവിടെ നോക്കി പറയാം. വാട്ട് ഈസ് ഓ? വെരി ഗുഡ്. ഓ എന്ന് പറഞ്ഞ 0 0. വാട്ട് ഈസ് എം? വാട്ട് ഈസ് എം? ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 6 ആയതുകൊണ്ട് ഇവിടെ എന്താണ്? 60. അവിടെ 8 ആണെങ്കിൽ എന്താ കാരണം? അതെന്താ 0 വന്നത്? വൈ ആക്സിസ് അല്ല, എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ എന്തായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വേഗം പറഞ്ഞ 3√3 ആണ് വരിക. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറെ ആൾക്കാർ 6 എന്നൊക്കെയാണ് പറയുന്നത്. നേരെ നോക്കിയിരുന്നോളൂ എങ്ങനെ വരികയാണ്. ഇത് സെൻട്രലി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. നേരെ നോക്കിക്കോട്ടോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെത്ര? അതെങ്ങനെ 60 ആയത്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. ഇക്വലേറ്ററൽ ട്രയാങ്കിളിലെ ഒരാംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60. ഇത് എത്രയായിരിക്കും? അതെന്താ 30? അതും 60 അല്ലേ വരണ്ട്? അത് ടോട്ടലാ 60. ക്ലിയർ ആണോ? സോ നിങ്ങൾക്കറിയാം ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഇതെത്ര? 3. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്താ? 3√3. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാലോ. കണ്ടോ, ഇവിടെ ഉണ്ട് ഇതുവരെ 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 നമ്മളെ മറ്റേ ട്രയാങ്കിൾ ആയില്ലേ? ഇത് 3, ഇത് 3√3. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 3√3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 3√3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എന്നാ പറഞ്ഞ വാട്ട് ഈസ് ഓ? 0 0. വാട്ട് ഈസ് എം? ആൻസർ ചെയ്തൂലേ? വാട്ട് ഈസ് എൻ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നമ്പർ മാറ്റി പറഞ്ഞ 1 മിനിറ്റ് ബുക്കിൽ നോക്കാതെ ആൻസർ ഇവിടെ നോക്കി പറയുമോ? ഉറപ്പല്ലേ? നോക്കാം 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 നോക്കാം. ആരൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ കേട്ടോ. നേരെ നോക്കിക്കോ, വായിക്കട്ടെ. വിത്തിൻ സെക്കൻഡിനുള്ളിൽ നേരെ നോക്കിക്കോളൂ, നേരെ നോക്കിക്കോളൂ, നേരെ നോക്കിക്കോളൂ. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം കേട്ടോ. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. നേരെ നോക്കിക്കോളൂ. ഇവിടെ തന്നെ നോക്കിയിരിക്കണം. എന്നാലേ ആൻസർ ആദ്യം ആരാ പറയുന്നത് നോക്കാം. ഇവിടെ 8 ഇവിടെ പറയും. അല്ല 4 ഇവിടെ എത്ര? ഇവിടെ 0 0. ഇവിടെ 8 0. ആൻസർ പറയും. 4√3. സെറ്റാണോ? സെറ്റാണോ? 8 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ ആദ്യം ആരാണ് ആൻസർ പറയുന്നത് എന്നാ നോക്കുന്നത്. ഒരു ഈത്തപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. ആദ്യം ആൻസർ പറയുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു ഈത്തപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. ആദ്യം ആരാ ആൻസർ പറയും നോക്കാം. പിക്ചർ വരക്ക്. ആൻസർ പറയല്ല, എഴുതും വേണം കേട്ടോ. ആദ്യം ആരാണ് ആൻസർ എഴുതുന്നത് നോക്കാം. യെസ്, ആരാണ് ഇന്നത്തെ വിന്നർ എന്നാണ് നോക്കുന്നത്. റെഡി ആണെങ്കിൽ പറയണം കേട്ടോ. യെസ്, ആൻസർ എഴുതിയിട്ട് കൈ പൊക്കിയാൽ മതി കേട്ടോ. ആദ്യം തന്നെ കൈ പൊക്കരുത്. ഒരു കാരണവശാലും ആദ്യം തന്നെ കൈ പൊക്കരുത്. ആൻസർ എഴുതി കഴിഞ്ഞിട്ട് കൈ പൊക്കണം. ഞാൻ നോക്കുന്നുണ്ട് ആദ്യം ആരാണ് ആൻസർ പറയുന്നത്. 3 എണ്ണം എഴുതണം. ഓന്റെ അവിടെ എഴുതണം, എമ്മിന്റെ അവിടെ എഴുതണം, എന്നിന്റെ അവിടെ എഴുതണം. ആർ യു റെഡി? റെഡി അല്ലേ? 17
ഇത് തെക്കാറ്റാണ്. ആൻസർ പറഞ്ഞോളൂ. ആ ആൻസർ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. യെസ്, ആൻസർ O00 കിട്ടിയിട്ടുണ്ടോ? ഗ്രേറ്റ്, പഠിപ്പുകള്. M 17 ഇനിയാണ് നമ്മൾ തെറ്റിയ 17/2 17/2√3. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 17/2 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ആൻസർ കിട്ടിയ ആൾക്കാരൊന്ന് കൈ നോക്കിക്കോ. നോ, ഇത് കിട്ടിയിട്ടില്ല, വെറുതെ പറയാണ്.